من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഇവിടുന്ന് ലിമഅനൻ അവിടുന്നല്ലേ നമ്മൾ കലിമത്തിൻ്റെ താരീഫാണല്ലോ പറഞ്ഞിരുന്നത്. എന്താ താരീഫ്? ലഫ്ലുൻ ലിമഅനൻ മുഫ്രദിൻ, ഇതാണല്ലോ കലിമത്തിൻ്റെ താരീഫ്. അതിൽ ലഫ്ൽ എന്താന്ന് പറഞ്ഞു, വള എന്താന്ന് പറഞ്ഞു. ഇനി മഅനൻ, മഅന എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പോൾ അതിൻ്റെ ആദ്യം ഷാരിഹ് റഹിമഹുല്ല അതിന് ഇസ്തിലാഹിയ മാന വിശദീകരിക്കണം. എന്നിട്ട് പിന്നെ അതിൻ്റെ ലോകവിയായ സാധ്യതകളിലേക്ക് പോവാണ്. അപ്പോൾ ലി മഅനൻ, അൽ മഅന, മഅന എന്ന് പറഞ്ഞാൽ മാ യുഖ്സദു ബി ഷൈഇൻ, മാ യുഖ്സദു ബി ഷൈഇൻ എന്നാണ്. അതാ ഒരു വസ്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒന്ന്. ഇതാണ് ഇസ്തിലാഹിയായിട്ട് മഅന എന്ന് പറഞ്ഞാൽ. ഒരു ലഫ്ള് കൊണ്ടൊന്നും ലാമാണ് ഒരു വസ്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നുസുബുകളും ഇഷാറത്തുകളൊക്കെ പെടും, മനസ്സിലായല്ലോ. ഇസ്തിലാഹിയ മാന ഒരു വസ്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒന്ന്. ഓക്കെ, ഇതാണ് ഇസ്തിലാഹിയ മാന. ഇനി ഫഹുവ ഇമ്മാ മഫ്അലുൻ, ഫസീഹത്താണ് ഹശിയക്കാരൊക്കെ ആക്കിയത്. ഫസീഹത്താക്കുമ്പോൾ എങ്ങനെ തക്ദീർ കളയപ്പെട്ട ഷർത്തിന്റെ ജവാബിൽ വന്ന ഫായിനാണല്ലോ ഫസീഹത്ത് എന്ന് പറയാ. ഹാഷിയത്തുൽ അത്താർ അലാ ശറഹ് അസ്ഹരിയ. അപ്പോൾ ഇവിടെ എന്താ തക്ദീർ ചെയ്യുക? ഇത് ഇസ്തിലാഹിയായ മാന ആണ്. ഇതിന്റെ ലോകവിയായ മാനയെ ഇനി അറിയാൻ ഉദ്ദേശിച്ചാൽ ഞാൻ പറയുന്നു ഫഹുവ ഇമ്മാ മഫ്അലുൻ ഇസ്മു മകാനും ബി മഅനൽ മഖ്സിദ്. ഓക്കെ എന്നാണ് ഹാഷിയക്കാരുടെ വിശദീകരണമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഫഹുവ, ഈ മാന എന്ന പദമാകുന്നത് ഇമ്മാ മഫ്അലുൻ, ലുഗത്തെന്നാണ്. ലുഗത്തിലുള്ള അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. മുഹറമാഫന്തി ഹാഷിയിലൊക്കെ ലുഗത്തെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഫഹുവ ഇമ്മാ മഫ്അലുൻ, അത് മഫ്അലാണ്. മാന എന്ന് പറഞ്ഞാൽ മഫ്അലാണെന്ന് പറഞ്ഞാൽ മഫ്അലിന്റെ മൗസൂനാണ് അല്ലേ? മഫ്അൽ വസനാണ്, അതിന്റെ മൗസൂൻ ആയിരിക്കും അപ്പൊ മാന എന്നുള്ളത് അല്ലേ? എങ്ങനത്തതായ മഫ്അലാണ്? ഇസ്മു മകാനിൻ, മക്കാന്റെ ഇസ്മായ. ഞാൻ ഇപ്പൊ സിഫത്താക്കിയത് കാരണം ശേഷം അവ മുഖഫഫ് മഅനിൻ ഇസ്മി മഫ്ഊൽ എന്നുള്ളടത്ത് അവിടെ ഹാമിഷില് സിഫത്താക്കിക്കുന്നത്. അത് പ്രകാരം ഞാൻ ഇതിനെ സിഫത്താക്കണം. പല സാധ്യതകളുണ്ട്. അപ്പോ ഇസ്മു മക്കാനായ മഫ്അലാണ്. മഫ്അൽ എന്നതിന്റെ മൗസൂനാണ് മഅന. മനസ്സിലായില്ലേ? ഏതർത്ഥത്തിനുള്ളതാണ് ഉള്ളതുമാണ്? ബി മഅനൽ മഖ്സിദി, മഖ്സിദ് എന്ന അർത്ഥത്തിനുള്ളതായ അല്ല അർത്ഥത്തിനോട് മുതലബിസുമാണ്. അപ്പൊ ഒന്നും കൂടി മാനയാകുന്നത് ഒന്നുകിൽ മഫ്അൽ എന്നതിന്റെ മൗസൂനാണ്. എങ്ങനത്തെ മഫ്അലാണ്? ഇസ്മു മക്കാനിൻ, മക്കാന്റെ ഇസ്മായ മഫ്അല്. പിന്നെന്തുമാണ്? മഫ്അലാണ്. പിന്നെന്തുമാണ്? ബി മഅനൽ മഖ്സിദി, മഖ്സിദ് എന്ന മാനയോട് മുതലബിസുമാണ്. ബാഗ് തലബുസിനിക്കാണ് ബി മാന എന്നതിലെ ബാഗ് തലബുസിനിക്കാണ് ഹാഷിയത്തുൽ ബന്നാനി അല ശർഹിൽ ജമഉൽ ജവാമി. മനസ്സിലായല്ലോ? അവിടെ മാനയിൽ ഫീന്റെ മാനാക്കാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ബി മാന ഫീ മാനൽ മഖ്സിദി മുസ്തഅമലുൻ ഫീ മാനൽ മഖ്സിദി എന്നൊക്കെ പല അർത്ഥം ആക്കാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാന എന്നത് മഖ്സിദ് എന്ന ഉള്ളതാണ്. മഫ്അൽ എന്ന വസനിക്കുള്ള ഇസ്മു മക്കാനുമാണ്. അപ്പൊ ഒരു ചോദ്യം, ഈ മഅന എന്നത് അന യഅനി എന്നതിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. യഫ്ഇൽ വസനാകുമ്പോ എന്താണ്? അതിന് മഫ്ഇൽ അല്ല ആവുക. അപ്പൊ ഇതിന് മഅനി എന്നല്ല വരേണ്ടത്, ആണോ? അല്ല. കാരണം എന്താണ്? ആഖിറ മുഅ്തല്ല, ലാം കലിമത്ത് മുഅ്തല്ലായ, ലാം ഫീൽ മുഅ്തല്ലായ ഫീൽ നിന്നുള്ളത് മുഴുവനും എന്താണ്? മഫ്അൽ വസനിക്കായിരിക്കും അല്ലേ? അഞ്ചാലുണ്ടല്ലോ. അപ്പൊ അതാണ് ഒരു സാധ്യത. മഖ്സിദ് എന്ന മാനാക്കുള്ള, മഖ്സിദ് പറഞ്ഞ ലക്ഷ്യസ്ഥാനം എന്നാണല്ലോ, ഉദ്ദേശിക്കുന്ന സ്ഥലം. ആ അർത്ഥത്തിനുള്ള മക്കാന്റെ ഇസ്മാണ് മാന. അപ്പോ ലോവിയായ മാന ഇസ്തിലാഹിയ മാന ബന്ധം നോക്കി. ഈ മാ യുഖ്സദു ബി ഷൈഇൻ, ഒരു വസ്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്
ഒരു വസ്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യത്തിനാണല്ലോ എന്താണ് ഇസ്തിലാഹി ആയിട്ട് മാന എന്നറിയാം, ലോവി ആയിട്ട് ഖസ്ദിന്റെ മഹല്ല്. അപ്പൊ ബന്ധം എങ്ങനെ? ഖസ്ദ്, ഈ ഖസ്ദിനൊരു മഹല്ല് ഉണ്ടാവുമല്ലോ, മായുക്സുദ്ബി ചെയ്യുകയാണെങ്കിൽ അതിനൊരു മഹല്ലും ആണല്ലോ. അപ്പോ ഏതൊരു ഹദസിനിക്കും ഒരു മക്കാൻ ഉണ്ടാവും, സമാനൊക്കെ ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു നിലക്കുള്ള ഒരു ബന്ധമുണ്ട്. ഹദസിനിക്ക് മക്കാനോട് ബന്ധമുണ്ടല്ലോ. മനസ്സിലായല്ലോ? പിന്നെ അപ്പൊ ഇവിടെ ഒരു ചോദ്യം വന്നിക്കണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്മു സമാൻ എന്ന സാധ്യത ഇവിടെ ഉണ്ടല്ലോ എന്ന്. അത് ലോബിയായിട്ട് ഈ മഅന എന്ന പദം ഏതെല്ലാം ലോബിയായിട്ട് ഏതെല്ലാം സാധ്യതകളുണ്ട്, അതിൽ ഒന്ന് ഇസ്മു മക്കാന് പറഞ്ഞു. ബന്ധം എന്താ? ഒരു ഹദസിനിക്ക് മക്കാൻ ഉണ്ടാവുമല്ലോ. ആ ഒരു ബന്ധം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹദസിനിക്ക് സമാനം ഉണ്ടല്ലോ. അപ്പൊ ഇസ്മു സമാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതുകൊണ്ട് തന്നെ ഹാഷികളിലൊക്കെ ഇവിടെ ഇസ്മും എന്താണ് സമാനും ഉണ്ട്. അത് ആതിഫും ആതുഫും കൂടി കളയാൻ പറ്റുമല്ലോ. തഖീകുൽ ഹറ ഐ വൽ ബർദ എന്നില്ലേ? തഖീകുൽ ഹറ അവിടെ തഖ്ദീർ എന്താ? ഐ വൽ ബർദ. അപ്പൊ അതുപോലെ ഇവിടെ ആതിഫും ആതുഫും കളഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചില ഹാഷിക്കാർ പറഞ്ഞു. മുല്ല നൂർ മുഹമ്മദ് അവര് പറയും മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നല്ല അർത്ഥം, കാനയക്കൂനു എന്നതിന്റെ ലർഫ് സമാൻ അല്ല ലർഫ്. അപ്പൊ ഏതും ആവാലോ, കൗനിന്റെ മഹല്ലും സമനും ആവാലോ. പിന്നെ ഒരു പദം കൊണ്ട് അതിനെ ഹക്കീക്കിയ ഒന്നിലെ മാനകളൊക്കെ ഉദ്ദേശിക്കാന്നുണ്ടല്ലോ. ഇമാം മുഷ്തറക്കായ പദങ്ങൾ എന്താണ് മാനകൾ ഉദ്ദേശിക്കാന്നല്ലേ. ഒരു പദത്തിന്റെ മുഷ്തറക്കായിട്ട് മാനകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ഇസ്തിമാൽ തന്നെ ഉപയോഗിക്കാന്നുള്ള അതും സ്വീകരിച്ചാൽ എന്തായി? ആ പ്രശ്നം തീർന്നു. മനസ്സിലായല്ലോ? ഇതാണ് ഹാഷികളിലുള്ള വിശദീകരണം കേട്ടോ. അത് അടിസ്ഥാനത്തിലാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പൊ ആ സാധ്യത അങ്ങനെ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇനിയൊരു സാധ്യത മാന എന്നത് എന്താവാന സാധ്യത? മസ്ദറുൻ മീമിയുൻ, അല്ലെങ്കിൽ മീമിയായ മസ്ദറാണ്. അപ്പൊ എന്താ അർത്ഥം? മാന എന്ന് പറഞ്ഞാൽ ഖസ്ദ് എന്നായിരിക്കുമല്ലോ അർത്ഥം, ഉദ്ദേശിക്കൽ. അപ്പൊ ഉദ്ദേശിക്കലും ഉദ്ദേശിക്കപ്പെടുന്ന വസ്തുവും തമ്മിലുള്ള ബന്ധം എന്താ? ബന്ധം മുതഅല്ലിഖ് മുതഅല്ലഖ് എന്ന ബന്ധമുണ്ട്. ഉദ്ദേശിക്കൽ എന്നത് ബന്ധിക്കുന്ന സാധനമാണ് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. മനസ്സിലായില്ലേ? ആ ഒരു ബന്ധത്തില് എന്താണ് നഖൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ അതിനെക്കാട്ടി അഖറബായിട്ട് മാന എപ്പോഴാ കിട്ടുക? ഈ ഖസ്ദ് എന്നതിനെ മഖ്സൂദ് എന്നുള്ള ഇസ്മു മഫ്ഊല മാനക്ക് ഉപയോഗിക്കുക. ലഫ്ദിനെ മൽഫൂദിൽ ഉപയോഗിച്ചതുപോലെ ഖസ്ദ് ഈ മാനൻ എന്നതിനെ ഖസ്ദ് എന്നതിനെ മഖ്സൂദ്. ഓക്കെ, അപ്പൊ മാനൻ എന്നതിനെ മഅനി, ആ ഒരു മാനയിൽ ഉദ്ദേശിക്കും. അപ്പൊ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം ഇസ്തിലാഹിയ മാന എന്താ? അത് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ആമ ഖാസിന് വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഒരു ബന്ധം ഉണ്ടാവും, ആമ ഖാസിന് ബന്ധം. അപ്പോ ഇവിടുത്തെ എന്താണ്? മസ്ദറുൻ മീമിയുൻ ബി മാനൽ മഫ്ഊലി, ഇസ്മു മഫ്ഊലിന്റെ അർത്ഥത്തിനോട് മുത്തലബിസായ മീമിയായ മസ്ദറാണ്. മനസ്സിലായല്ലോ? പക്ഷെ അവിടെയും വീണ്ടും ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മസ്ദർ തന്നെ ഇസ്മു മഫ്ഊലിന്റെ അർത്ഥത്തിലേക്ക് ആക്കാതെ നേരിട്ട് ഈ ഇസ്തിലാഹിയ മാനയിലേക്ക് കൊണ്ടുപോയി കൂടെ? മുമ്പ് ചെയ്തതുപോലെ ഇബ്തിദാഅൻ നഖൽ ചെയ്തു പറഞ്ഞില്ലേ? അപ്പൊ മാന എന്ന് പറഞ്ഞാൽ ഖസ്ദ് എന്ന അർത്ഥത്തിൽ തന്നെ നിർത്തിയിട്ട് ഇസ്തിലാഹിലേക്ക് നഖൽ ചെയ്യാലോ. മുതഅല്ലിഖ് മുതഅല്ലഖ് എന്ന ബന്ധമുണ്ടല്ലോ, ആ സാധ്യതയുണ്ട്. അതാ ഇസ്ലാം ഹാഷിയത്തുൽ ഇസ്ലാമിലോ വിശദീകരിച്ചങ്ങനെ വലകാൻ തജഅലഹു മൻഖൂലൻ ഇലൽ മാനൽ ഇസ്തിലാഹി ഇബ്തിദാഅൻ മിൻ ഗൈരി ജഅലിഹി ബിമാനൽ മഫ്ഊലി കമാ സമിഅത ഫിൽ ലഫ്ളി. ലഫ്ളിന്റെ അവിടെ പറഞ്ഞതുപോലെ ആ സാധ്യത ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? പിന്നെ ഏറ്റവും അഖറബായ ബന്ധം എപ്പോഴാണ്? മഫ്ഊലിനെ മാനാക്ക് ആക്കുമ്പോഴാണ്. ഇങ്ങനെ ആക്കുമ്പോ മഫ്ഊലിനെ മാനാക്ക് ആക്കുമ്പോ ഒരു പ്രശ്നം എന്താ വെച്ചാൽ തഅദ്ദുദ് നഖൽ എന്നുള്ളൊരു ഇതുണ്ട്. മനസ്സിലായല്ലോ? നേരിട്ട് ആക്കുമ്പോ ആ ഒരു പ്രശ്നമില്ല, പക്ഷെ ബന്ധം മറ്റയാളെ അപേക്ഷിച്ച് കുറവായിക്കാരം. മറ്റൊരു സാധ്യത, മൂന്നാമത്തെ ഒരു സാധ്യത എന്താണ്? മുഖഫഫ് മഅനിയിൻ, അല്ലെങ്കിൽ മഅനി എന്നതിന്റെ മുഖഫഫാണ്, മഅനി അതിനെ തഖ്ഫീഫ് ചെയ്യപ്പെട്ട രൂപമാണ്. എങ്ങനത്തെ മഅനിയാണ്? ഇസ്മി മഫ്ഊലിൻ, ഇസ്മു മഫ്ഊലായ ഏതുപോലെയുള്ള കമർമിയിൻ, മർമിയി പോലെയുള്ള ഇസ്മു മഫ്ഊലായ മഅനി എന്നതിന്റെ മുഖഫഫാണ്. ഈ മഅനി എന്നതിനെ തഖ്ഫീഫ് ചെയ്യപ്പെട്ടതാണ് മഅന എന്നത്. എങ്ങനെയെന്നറിയോ? അവിടെ ഹാമിഷിൽ വിശദീകരിക്കണ് ബിഹദ്ഫി ഹദൽ യാഇനി, മഅനി എന്നതിൽ ഒരു യാഇനെ കളയുക, ഗൈറ ഖിയാസിയാണ്. മനസ്സിലായല്ലോ? വതബ്ദീലിൽ കസ്റതി
ബിൽ ഫത്ഹത്തി അല്ലതി ഹിയ അഖഫു. അപ്പൊ മഅനി എന്നുള്ളടത്ത് മഅനീന്നായി. എന്നിട്ട് കസറത്തിനേക്കാൾ അഖഫായ ഹർക്കത്തായ ഫതഹാക്കി മറിക്കുക. എന്നിട്ട് ഫതഹത്തിനോട് യോജിച്ച അക്ഷരമായ അലിഫാക്കി ആയനെ മറിക്കുക. അങ്ങനെ മാന എന്നായത്. ഇത് എന്താണ്? ഈ ഒരു സാധ്യതയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതാണ് ഒരു സാധ്യത പറഞ്ഞത്. ഈ സാധ്യത പറയാനുള്ള കാരണം ആദ്യം പറഞ്ഞുതരാ. ബന്ധം, മാനവിയായിട്ട് ബന്ധം. മാനി എന്നതിന് തഖ്ഫീഫാണല്ലോ. മാനി എന്ന് പറഞ്ഞാൽ എന്താ? മഖ്സൂദ് എന്നല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ ബന്ധം ഉണ്ടാകും. പക്ഷേ ലഫ്ലി ആയിട്ട് വളരെ ബഈദാണ് സാധ്യത. അതായത് മാന എന്നത് മാനിയിൽ എന്നത് മുഖഫഫാണെന്ന് ലഫ്ലി ആയിട്ട് ഒരു നിലക്കും ബന്ധം കിട്ടൂല. ആ സാധ്യത ബഈദാണ്. കാരണം ഇവിടെ വൈർ ഖിയാസിയായ അവിടെ പറയേണ്ടത് വഹാദ അഖറബുൽ വുജൂഹി മാനൻ. മാനാന്റെ ഭാഗത്തിലൂടെ അഖറബുൽ വുജൂഹി ഇതാണ്. മനസ്സിലായല്ലോ? മുമ്പുള്ള മീമിയ മസ്തറിന് ഇസ്മഫുൽ ആക്കിയിട്ട് കൊണ്ടോണ്ടേ? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ മാനവിയായിട്ട് ഏറ്റവും അഖറബാണ് അബഅദുഹ ലഫ്ലൻ. ലഫ്ലിന്റെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ ഏറ്റവും അബഅദുമാണ്. അതിന്റെ കാരണം അവിടെ അബ്ദുൽ ഹക്കീം തങ്ങൾ പറഞ്ഞത് ലിലുസൂമിൽ തഖ്ഫീഫിൽ ഗൈറിൽ ഖിയാസി. ഒരു ഖിയാസിയായ തഖ്ഫീഫ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു യായിനെ കളയുന്നത്, പിന്നെ അതിന്റെ ശേഷമുള്ളതൊക്കെ മനസ്സിലായല്ലോ. പിന്നെ മാത്രമല്ല, ഇതിന് നളീറായിട്ട് അറബി കലാമിൽ ഒരു പദങ്ങളും ഇല്ലല്ലോ. ഇങ്ങനെ ഒരു ഖിയാസ് ഇത്തരത്തിലുള്ള തഖ്ഫീഫ് ചെയ്യപ്പെട്ട രൂപം അറബി കലാമിൽ ഇല്ലല്ലോ. ആ ഒരു നിലക്കാണ് ആ ഒരു സാധ്യത പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള വിശദീകരണം. മനസ്സിലായല്ലോ? എന്നാൽ അവിടെ ഹാഷിക്കാരോട് ചെയ്തത് ഷാരിനെതിരെ ഒരു എഴുത്തിറാള് കൊണ്ടുവന്നത് ഇസ്മു സമാൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. അതിന് അവർ മറുപടി പറഞ്ഞു, പക്ഷെ അതിന് എഴുത്തിറാളായിട്ട് കൊണ്ടുവന്ന് ഇസ്മു സമാൻ പറഞ്ഞില്ലല്ലോ എന്നത്. അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു എഴുത്തിറാളുള്ളത്. അതൊക്കെ മുല്ല നൂർ മുഹമ്മദിലൊക്കെ ഒരു പല നിലക്കുള്ള തഹ്വീലുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നല്ലൊരു വിശദീകരണമൊക്കെ നടത്തുന്നുണ്ട്. നൂർ മുഹമ്മദ് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ പറയാം, ഇസ്തിലാഹിയായ എന്താ? മായക്കുസുദ് ബിശൈഇൻ എന്നാണ് ആണല്ലോ. തഫ്രീയത്താക്കുക. തഫ്രീയത്ത് പറയാം. മുമ്പ് ഇജ്മാലി ആയിട്ട് മനസ്സിലായത് തഫ്സീർ ചെയ്യുമ്പോഴാണല്ലോ തഫ്രീയ പറയാം. അപ്പോ ഇതിന് ഇസ്തിലാഹിയായ മാന ഇതാണെന്ന് പറയുമ്പോ, അതായത് മായുക്സുദ് ബിശൈഇൻ എന്ന് പറയുമ്പോ ഏകദേശം മനസ്സിലൊരു ലോഹിയായ ബന്ധങ്ങൾ കിട്ടും. മായുക്സുദ് ബിശൈഇൻ എന്ന് പറയുമ്പോ ഇതുമായി ബന്ധമുള്ള ലോഹിയായ മാനകൾ ഇജ്മാലിയായിട്ട് കിട്ടും. കാരണം മായുക്സുദ ഫീല് പറയണല്ലോ. മനസ്സിലായല്ലോ? അപ്പൊ അത് ഏതൊക്കെ ഇജ്മാലി ആയിട്ട് കിട്ടും, അത് തഫ്സീലി ആയിട്ട് പറയാം. അപ്പൊ അവിടെ ഇജ്മാലി ആയിട്ട് എല്ലാ സാധ്യതകളും എന്താണ് പരിഗണിക്കുന്നില്ല. ഞാനിപ്പോ ഷാരിന് ഒരു മറുപടി പറയാണ്. അവിടെ എല്ലാ സാധ്യതകളും ഷാരി പരിഗണിക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഏറ്റവും അക്രബായ ബന്ധങ്ങളുണ്ടല്ലോ, അത് പരിഗണിച്ചിട്ട് ഷാരി ചെയ്തതായിരിക്കും. അപ്പോ ഇനി ഓരോന്നും പറഞ്ഞുതരാം. അപ്പോ എന്തർത്ഥം വെക്കണം? മാന എന്ന് പറഞ്ഞാൽ മായഖ്സുദ് ബിശൈഇൻ എന്നാണ്. അപ്പോ ഫഹുവ, ഈ മാന എന്നത് മഫ്അലാണ്, ഇസ്മു മക്കാനാണ്. ബി മാനൽ മഖ്സിദ്, മഖ്സിദ് എന്ന മാനക്കുള്ള ഇസ്മു മക്കാനാണ്. മഖ്സിദ് പറഞ്ഞ ലക്ഷ്യസ്ഥാനം എന്നല്ലേ? മഖ്സിദി, എന്റെ ലക്ഷ്യസ്ഥാനം. മഹല്ലുൽ ഖസ്ദ്, അത് അഥവാ നമ്മുടെ ലക്ഷ്യം ബന്ധിച്ച സ്ഥലത്തിനെ പറ്റിയിട്ടാണ് മഖ്സിദ് എന്ന് പറയാം. അത് ഈ ലർഫ് സമാൻ ലർഫ് മക്കാന്റെ കായിദക്ക് ഇഷ്കാലാണ്, താരീഫിന് ഇഷ്കാലാണ്. ഈ മാ വഖഅ ഫീൽ ഫീലു യദുല്ലു അലൽ മഹല്ലില്ലദി വഖഅ ഫീൽ ഫീലു മുത്ലഖൻ. ഇതാണ് ഇതിന്റെ താരീഫ്. ഖൈദ് കൂടാതെ വഖഅ ഫീൽ ഫീലു, ആ സ്ഥലത്തിനെ പ്രവൃത്തി സംഭവിച്ച സ്ഥലം എന്നറിയിക്കുന്നത്. ഇതാണ് മക്കാന്റെ താരീഫ് കൊടുക്കുന്നത്. അഥവാ മറ്റൊരു നൂർ മുഹമ്മദിലൊക്കെ പറയുന്നുണ്ട്, എന്താണ്? ഹുസൂലുൽ അഹ്ദാസി ലി ഫവാഇലിഹ, അതിന്റെ മഹല്ല്. അഥവാ മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഫായിലിൽ നിന്ന് പ്രവൃത്തി ഉണ്ടായ സ്ഥലം എന്ന്. ഇതാണ് ലർഫ് മക്കാനും ലർഫ് മക്കാൻ. ഓക്കെ. എന്നാൽ ഈ മഖ്സിദ് എന്ന് പറഞ്ഞാൽ ഖസ്ദ് നടന്ന സ്ഥലം എന്നല്ല. ഞാൻ ഇവിടുന്ന് മദീന ലക്ഷ്യമാക്കിയാൽ എന്റെ ഖസ്ദ് നടന്ന സ്ഥലം ഇതിനെ പറ്റിയിട്ടല്ലോ മഖ്സിദ് എന്ന് അറിയാം. മഖ്സൂദ്, മത്ലൂബ് അല്ലേ? നമ്മളെ കിതാബിലൊക്കെ മഖ്സിദ് എന്ന് കാണാം, മത്ലൂബ് എന്ന് കാണാം. മനസ്സിലായല്ലോ? അപ്പോ ആ മഖ്സിദ് എന്ന് പറഞ്ഞാൽ ഖസ്ദ് സംഭവിച്ച സ്ഥലം, ഖസ്ദിന്റെ മുതഅല്ലഖ് എന്ന് പറഞ്ഞാൽ മഖ്സൂദ് ആണല്ലോ. അപ്പോ നമ്മുടെ ഇസ്തിലാഹി മാന എന്താ? മായഖ്സുദ് ബിശൈഇൻ, ഒരു വസ്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതും മഖ്സൂദ് ആണല്ലോ. അപ്പൊ അതിനെ പറ്റി മഖ്സിദും മഖ്സൂദും ബന്ധാണ്. മനസ്സിലായല്ലോ? ഖസ്ദ് ബന്ധിച്ച സ്ഥലമാണ്.
അപ്പൊ ഇനി ഇവിടെ സമാന സാധ്യത ഉണ്ടോ? ഇല്ല. ഇത് നളീർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മന്ദിക്ക് എന്ന് പറഞ്ഞാല് മന്ദിക്കെന്ന ഇൽമിനിക്ക് മന്ദിക്കെന്ന പേരിടുമ്പോ ന്യായം പറയും. എന്തൊക്കെ വജീ പറയലുണ്ട്? മന്ദിക്കെന്ന മീമിയ മസ്തറാണ്, നുത്തുക്കാണ്. ബാത്തിനിയ നുത്തുക്കാവട്ടെ, ലാഹിരിയ നുത്തുക്കാവാം. ഏത് നുത്തുക്കൻ? നുത്തുക്ക് മന്ദിക്ക് എന്നത് നുത്തുക്കിൽ തെക്കുവിയത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നുത്തുക്ക് എന്ന് മുബാലകത്ത നിലക്ക് മന്ദിക്ക് മീമിയ മസ്തറാക്കിയിട്ടതാണ്. അല്ലെങ്കിൽ നുത്തുക്കിന്റെ മഹല്ല് എന്ന് കൊടുത്തുക്കണ്, മഹല്ലും നുത്തുക്ക്. അതിന്റെ തഫ്സീറിന്റെ കാരണത്താൽ ഇത് നുത്തുക്കിന്റെ മഹല്ലാണ് എന്ന തെവീല് അതാ മിർക്കാത്തിലൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അവിടെ ഈ മന്ദിക്ക് എന്ന പദം നോക്കുമ്പോ ലുഗവിയായിട്ട് ഈ പദം നോക്കിയിട്ട് സമാൻ എന്ന സാധ്യത ഉണ്ടല്ലോ, ഇല്ലേ? പക്ഷെ അവിടെ സമാൻ പറയണോ? ഇല്ല. അപ്പോ എന്തുകൊണ്ട് സമാൻ പറഞ്ഞൂടാ എന്ന് ചോദ്യമില്ലേ? കാരണം ഏറ്റവും അക്കറവായ ബന്ധമുള്ള ശക്തമായ ബന്ധമുള്ള മാനകളെ പരിഗണിച്ചിട്ട് അതിൽ നിന്ന് നക്കൽ ചെയ്യപ്പെട്ടത് അല്ലാത്ത വഈദായ മാനകളെ നമുക്ക് ഒഴിവാക്കാലോ. അപ്പൊ ആ ഒരു നിലക്ക് നോക്കുമ്പോൾ സമാൻ എന്നൊരു സാധ്യത വേണോ? ഇസ്മു വെക്കാനും മതി. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ മഖ്സിദ് എന്ന് പറഞ്ഞാൽ ഖസ്ദിന്റെ മഹല്ല് നമ്മളെ ഫായില് ഇവിടെ പ്രവൃത്തി ഉണ്ടായ സ്ഥലം എന്ന് നോക്കുമ്പോഴാണ്. മഖ്സിദ് എന്ന് പറഞ്ഞാൽ മത്തുലു ഖസ്ദ് ബന്ധിച്ച സ്ഥലത്തിന് ആണല്ലോ സാധാരണ ഉപയോഗിക്കാറ്, അല്ലേ? പിന്നെ അപ്പൊ അതാണ് പ്രശ്നം. ഓക്കെ, ഇനി ഒരു വിഷയം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഏതാണ് ഈ വുളിയ ലിമാനൻ എന്നാണ്? ലഫ്ലുൻ വുളിയ ലിമാനൻ. വളയന്റെ താരീഫ് എന്തായിരുന്നു? വള എന്ന് പറഞ്ഞാൽ തഖ്സീസു ഷൈഇൻ ലി ഷൈഇൻ, തഖ്സീസു ഷൈഇൻ അല്ല ബി ഷൈഇൻ ബിഹൈസു മതാ ഉത്രിക ഔ ഉഹിസ്സ ഷൈഉൽ അവ്വലു ഫഹിമ മിൻഹു ഷൈഉ സാനി. അപ്പൊ അവിടെ ആ മാന നോക്കണി, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് പ്രത്യേകമാക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ വസ്തു എന്ന് പറഞ്ഞ മാനല്ലേ? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനെ പ്രത്യേകമാക്കുക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷൈ എന്ന് പറയുന്നത് മാനാണല്ലോ. ഇനി അപ്പൊ അങ്ങനെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇല്ലി മാനെന്ന് വെക്കാൻ പറ്റുമോ? അല്ലി ഷെയ്ഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മാനേനെയാണ്. അപ്പൊ വുളിയക്ക് ആ അർത്ഥം ഫുള്ള് കൊടുത്താൽ ഇനി ഇല്ലി മാൻ എന്നുള്ള താലൂക്ക് തസവറായി കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തജ്രീദ് ചെയ്യാൻ പോവാണ്. തഫ്സീസ് ഷെയ് എന്നുള്ള അർത്ഥം മാത്രം ആക്കുക. ആ അല്ലി ഷെയ് എന്നുള്ള അതിന്റെ ശേഷമുള്ള ഷർത്തിയത്തും അതൊക്കെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? കാരണം ഷർത്തിയത്ത് ബാക്കിയാക്കാൻ പറ്റൂല. ഇല്ലി ഷെയ് എന്നുള്ളത് മാത്രം ഒഴിവാക്കി ഞാൻ ആ ഷർത്തിയത്ത് ആകുന്ന ബിഹൈസു മത്താവത്തിലേക്ക അതവിടെ നിർത്താൻ പറ്റില്ല. കാരണം അവിടെ ഉണ്ട് ഫഹീമ മിൻഹു ഷൈഉ സാനി എന്ന്. അപ്പൊ അതിനെ പറ്റി നമ്മളെ അബ്ദുൽ ഗഫൂർ അബ്ദുൽ ഗഫൂറിൽ പറയുന്നുണ്ട്, ഷർത്തിയത്തും എന്തായാലും ഒഴിവാക്കപ്പെടണം, ഇത് ഒഴിവാക്കുമ്പോൾ അതെന്തായാലും ഒഴിവാകണം. കാരണം ആ ഷർത്ത് എന്ന് പറയുന്നത് ഈ മത്രൂക്ക് ആയതിലേക്ക് ഖിയാസ് ചെയ്യപ്പെട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതാ ഫഹീമ മിൻഹു ഷൈഉ സാനി എന്നുള്ളത് അവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതും ഒഴിവാകണം. ഓക്കെ, അപ്പോ അതാണ് പറയണത്. മാനയായപ്പോൾ മഅഖൂദൻ ഫിൽ വളഇ, വളയിൽ പരിഗണിക്കപ്പെട്ടതായപ്പോൾ, വളഇന്റെ മഫ്ഹൂമിൽ മാന എടുക്കപ്പെട്ടതായപ്പോൾ, ആ മാന എന്നുള്ള പദം കൊണ്ടല്ല എടുത്തുക്കണത്, ഷെയ് എന്നുള്ളതിന്റെ കൊണ്ട് ഉള്ള മുറാദ് മാനയാണെന്നുള്ള നിലക്കാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഫദിക്റുൽ മാന ബഅദഹു, അപ്പൊ വളഇന്റെ ശേഷം മാനയെ പറയലാകുന്നത് മബ്നിയുൻ അലാ തജ്രീദിഹി അൻഹു, ഈ വള എന്നതിനെ ഈ പറഞ്ഞ മാനയെ തൊട്ട് വിട്ടു നിർത്തുക, മാനയിൽ നിന്ന് വളയിനെ തനിപ്പിക്കുക, അതാണല്ലോ തജ്രീദ് പറഞ്ഞാല്. അപ്പൊ വളയിനെ മാനയെ തൊട്ട് തനിപ്പിക്കലിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? അപ്പൊ വുളിയ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ പ്രത്യേകമാക്കപ്പെട്ടത്. ആർക്ക്? ലിമാനൻ. ലഫ്ലുൻ വുളിയ അതിനെ പ്രത്യേകമാക്കപ്പെട്ടു. ആർക്ക്? ലിമാനൻ, ഒരു മാനാക്കെന്ന് മാത്രം വെക്കാന്ന്. മനസ്സിലായല്ലോ? അപ്പോ മൂപ്പർ എന്തിനത് ചെയ്യണെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്. നോക്ക്, മൂപ്പര് ചെയ്യണത് ഹാഷിക്കാരൊക്കെ ശാരീകളൊക്കെ പറഞ്ഞു ഇവിടെ ലിമാൻ എന്നുള്ളത് ഒരു കൈതല്ല, ഒരാരും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഒരു എഹ്തിറാസിന് വേണ്ടി കൊണ്ടുവന്ന ഫസലല്ല, അത് വാക്കി വിശദീകരിക്കാനുള്ളതാണ്. കാരണം വളൊരു ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സാധനം മാനാണല്ലോ, അങ്ങനെ തന്നെയുള്ള ഉണ്ടാവുള്ളൂ. അപ്പോ വുളിയ എന്ന് പറഞ്ഞാൽ ലി മാനതിന് ശേഷം പറയണത് ഒരു ആരെയും പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായല്ലോ? അപ്പോ അതിനാണ് മൂപ്പര് ഇനി ശ്രമിക്കുന്നത്. അപ്പൊ ഫഹറജ ബിഹി, ഈ വുളിയ എന്നതുകൊണ്ട് പുറത്തുപോയി. അൽ മുഹമ്മലാത്തു, വള ചെയ്യപ്പെടാത്ത പദങ്ങൾ പുറത്തുപോയി. ദൈസ് വളയില്ലല്ലോ, വളയില്ലാത്തൊക്കെ പുറത്തുപോയി.
വൽ അൽഫാദു ദലാലത്തു എന്നാണ് ഇന്ത്യയിൽ, ദാലത്തു എന്നാണ് അതിലല്ലേ, ദാലത്തു എന്നാണ് വേണ്ടത്. വൽ അൽഫാദു ദാലത്തു ബി ത്വബഇ, സുക്കൂനുണ്ടാട്ടോ മുഞ്ചിത്. അപ്പൊ ത്വബ കൊണ്ട് അറിയിച്ച അൽഫാദുകളും പുറത്തുപോയി. കാരണം ഈ ത്വബ കൊണ്ട് അറിയിക്കുമ്പോ എന്തില്ല, ത്വബ കൊണ്ട് അറിയിക്കുന്ന അൽഫാദുകളും പുറത്തുപോയിന്ന് എന്നുള്ളതുകൊണ്ട്. കാരണം ത്വബയില് വല ഉണ്ടോ, തഖ്സീസ് ഉണ്ടോ, ഇല്ല. അപ്പോ മുഹ്മലുകള് തീരെ വലയില്ലാത്ത പദങ്ങളും വലയില്ലാത്തവകളും ത്വബ കൊണ്ട് അറിയിക്കുന്ന അൽഫാദുകളൊക്കെ പുറത്തുപോയി. എന്തേ കാരണം, തീരെ തന്നെ ഒരു വല അഥവാ തഖ്സീസ് രണ്ടൊന്നല്ലേ, അത് തഫ്സീറാണ്. അത് ഇവകളോട് ബന്ധിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ പുതിയ എന്നുള്ളതുകൊണ്ട് അതൊക്കെ പുറത്തുപോയി. എന്നാൽ ഇനി കുറച്ച് സാധനങ്ങൾ ബാക്കി വെക്കണ്, താരീഫിൽ കുറച്ച് സാധനങ്ങൾ പെട്ടുകണം, അതിനെ പുറത്താക്കാനാണ് ലിമാനൻ എന്ന് പറഞ്ഞിരിക്കണത്. അല്ലാതെ മറ്റു കാര്യങ്ങൾ ഒന്നടങ്കം പറഞ്ഞ ഒരു ബയാനുൽ വാക്കിന് വേണ്ടി അല്ല, വാക്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഇഹ്തിറാസിന് വേണ്ടിയിട്ട് തന്നെയാണ്. ആരെ പുറത്താക്കാൻ അറിയോ, എന്താ പറയണത്. അപ്പോ ബഖിയത്ത് ഹുറൂഫുൽ ഹിജാഇ, ഹിജാഇന്റെ അക്ഷരങ്ങൾ അവശേഷിച്ചു. ദാഖിലത്തൻ ഫി താരീഫി എന്നാണ്, അതായത് താരീഫിൽ പ്രവേശിച്ചതായിട്ട് അവശേഷിച്ചു. ഇഖ്തുനാമി എങ്ങനത്തെ ഹിജാഇന്റെ അക്ഷരങ്ങളാണ്? ഹിജാഇന്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്താ? അൽ മൗലൂഅതു, അല്ലെങ്കിൽ എങ്ങനത്തെ ഹിജാഇന്റെ അക്ഷരമാണ്? അൽ മൗലൂഅതു, അതിനെ വലു ചെയ്യപ്പെട്ടത് ലിഗറദി തർക്കീബി, തർക്കീബ് എന്ന ഗറദിന് വേണ്ടിയിട്ട്. ഹിജാഇന്റെ അക്ഷരങ്ങളെ വലു തഖ്സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തിനാണ്? അത് തർക്കീബ്, അതുകൊണ്ട് കലിമത്തുകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എങ്ങനെയല്ല, ലാ ബി ഇസാഇൽ മാന, ഒരു മാനയുടെ മുഖാബലയിലല്ല. ഓക്കെ, അപ്പൊ അവിടെ മാനാക്ക് തഖ്സീസ് ഇല്ല. ഗറദ് തർക്കീബിന് വേണ്ടി തഖ്സീസ് ചെയ്യപ്പെട്ട തഈൻ ചെയ്യപ്പെട്ടവകളാണ് ആര്? ഈ ഹിജായി അക്ഷരങ്ങൾ. അപ്പൊ ലഫ്ളുൽ വുളിഅ എന്ന് പറയുമ്പോ ആ തജ്രീദ് ചെയ്യുമ്പോ ആയിക്കോട്ടെ, എന്താണ് തജ്രീദ് ചെയ്തല്ലോ. അപ്പോ ലഫ്ളുൽ വുളിഅ എന്ന് പറഞ്ഞാൽ ലഫ്ലുൻ, ഒരു ലഫ്ല് അങ്ങനത്തെ ലഫ്ലാണ്, അതിനെ പ്രത്യേകമാക്കപ്പെട്ടു എന്നാണല്ലോ. അപ്പൊ ആ ലഫ്ലിൽ ഹിജായിന്റെ അക്ഷരങ്ങളൊക്കെ പെടും, കാരണം തഖ്സീസ് ഉണ്ട്. പക്ഷെ ആർക്ക് തഖ്സീസ് ചെയ്യപ്പെട്ടില്ല? ഒരു മാനാക്ക് തഖ്സീസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ വലിയ മാന നിന്നതുകൊണ്ട് ഈ ഹിജായി അക്ഷരങ്ങൾ പുറത്തുപോയി. അപ്പൊ ഇതെന്താണ്? കൈതന്നെയാണ്, മനസ്സിലായല്ലോ. അപ്പൊ ഒരു മാനാന മുക്കാബലയിലല്ല, അതുകൊണ്ട് അത് താരീഫിൽ പെട്ടതായിട്ട് അവശേഷിച്ചു. വഖറജത്ത്, അത് പുറത്തുപോയി. ബി ഖൗലിഹി ലിമാനൻ, ലിമാനൻ എന്ന കൗല് കൊണ്ട് പുറത്തുപോയി. എന്തേ കാരണം? ഇത് വലഹ, അതിന്റെ വല ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലി ഖറദി തർക്കീബി, തർക്കീബ് എന്ന ഖറദിനും വേണ്ടിയിട്ടാണ് അതിന്റെ തഖ്സീസ്. മനസ്സിലായല്ലോ. ലാ ബി ഇസാഇൽ മാന, ഒരു മാനാന്റെ മുക്കാബലയിലല്ല. അപ്പൊ ഒരു മറ്റൊരു ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ തർക്കീബ് എന്ന ഖറദിന് വേണ്ടി തഈൻ ചെയ്യപ്പെട്ടവകളാണ് ഇവ. മനസ്സിലായല്ലോ. അതൊരു വസ്തുവിന്റെ മുക്കാബലയിൽ വന്ന് ചെയ്യപ്പെട്ടതല്ല. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു സാധനം എന്ന നിലക്ക് ഇല്ല. മനസ്സിലായല്ലോ. ആലോചിക്കട്ടോ, ഖഫ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇവിടെ ഇസ്ലാം ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അൽ മൗലൂഅത്തു എന്നുള്ളത് ഹുറൂഫുൽ ഹിജാബ് ഒന്നടങ്ക, നിങ്ങൾ അൽ മൗലൂഅത്തു എന്ന് പറയുമ്പോ ഇത് തർക്കീബ് എന്ന ഖറദിന് വേണ്ടി വലു ചെയ്യപ്പെട്ട, അത് എന്താണ്? ബയാനുൽ വാക്കി വിശദീകരിച്ചാന്ന് തോന്നും. അവിടെയും കൈതാണ്. അൽ മൗലൂഅത്തു എന്നുള്ളത് കൈതാണ്. കാരണം ചില ഹിജായിന്റെ അക്ഷരങ്ങള് മാനാന മുക്കാബലയിലുണ്ട്. ഇപ്പൊ ഇസ്തിഫാമിന് ഹംസ ഹിജായിന്റെ അക്ഷരാണ്, പക്ഷെ ഇസ്തിഫാം എന്ന മാനാക്ക് വലു ചെയ്യപ്പെട്ട ഹർഫല്ലത്. അപ്പൊ ചില ഹിജായിന്റെ അക്ഷരങ്ങൾക്ക് എന്തുണ്ട്? സാധാ ഒരു മാനാക്ക് വലുണ്ട്. അപ്പോ വെറും ഹിജായിന്റെ അക്ഷരങ്ങൾ എന്നല്ല, ഒറല് തർക്കീബിനിക്ക് വലു ചെയ്യപ്പെട്ട ഹിജായിന്റെ അക്ഷരങ്ങൾ. മനസ്സിലായില്ല? അല്ലെങ്കിൽ ആ ഈസിയത്തിലൂടെ ഉള്ള ഹിജായിന്റെ അക്ഷരങ്ങൾ. മനസ്സിലായല്ലോ. അല്ലാതെ ഒരു മാനാക്ക് വലു ചെയ്യപ്പെട്ടതല്ല ഉദ്ദേശം. മനസ്സിലായല്ലോ. അപ്പൊ അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഇഷ്കാലികളോട് 2-3 ഇഷ്കാലുകൾ വരാനുള്ളത്, നല്ല ചർച്ചയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് ഇതിന്റെ ഹാഷികള് ഇഖ്തുനാമി, നൂർ മുഹമ്മദ്, അബ്ദുൽ ഗഫൂർ എല്ലാം നോക്കണം. മനസ്സിലായല്ലോ. അപ്പൊ അവസാനിപ്പിക്കല്ലേ. സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.